ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ രാമായണ യാത്രയുടെ 34ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾക്കിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയിരിക്കുന്നത് ശ്രീരാമചന്ദ്രൻ സീതയോട് യാത്ര വാങ്ങി വനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഭാഗമാണ്. അപ്പം സീതാദേവിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇങ്ങനെ അച്ഛന് വരം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്, 14 വർഷം കഴിഞ്ഞ് ഞാൻ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുവരെ നീ എന്ത് വേണം, അമ്മയെ പാലിച്ചും കൊണ്ട് നിൽക്കണം എന്ന് പറയുന്നു. മാത്രമല്ല, അപ്പോൾ ആ അവസരത്തിൽ സീതാദേവി പറഞ്ഞെന്താ, ഞാൻ അങ്ങയുടെ മുന്നിൽ ഞാൻ നടക്കാം, അങ്ങ് പിന്നിലായിട്ട് വരിക, ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ദോഷം ചെയ്യും. ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ സീതാദേവിയുടെ ഇത്തരം തീരുമാനങ്ങൾ, കാരണം ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ കാര്യത്തിന് പൂർണ്ണമായൊരു പിന്തുണ കൊടുക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രധാനമായിട്ടൊരു ഇതാണ്. ഇനി ഭാര്യയാണ് നല്ലൊരു കർമ്മം ചെയ്യുന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അതാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ചർച്ച ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കേണ്ടതുണ്ട്, അപ്പോൾ അത് പോകണം. അപ്പോൾ സീതാദേവി എന്താ പറയുന്നത്, അങ്ങ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിൽ നടക്കാം, അപ്പോൾ എൻ്റെ പുറകെയായിട്ട് അങ്ങ് വന്നാൽ മതി. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇനി സീത ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതെന്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നത് എന്താണെന്നറിയോ, ഈ കാട്ടിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അവിടെ മാനുഷഭോജികളായ രാക്ഷസന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തിങ്ങിയിട്ടുള്ള കൊടും വനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിരവധി ക്രൂര മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, സിംഹങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു വ്യാഘ്രം എന്ന് പറഞ്ഞാൽ കടുവ, സൂഘുരം എന്ന് പറഞ്ഞാൽ പന്നി, സൈരഭം എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്, വാരണം എന്ന് പറഞ്ഞാൽ ആന, അതുപോലെ തന്നെ ഭല്ലുകം എന്ന് വെച്ചാൽ കരടി, മൃഗം, ചെന്നായ തുടങ്ങിയിട്ടുള്ള ജീവികളുണ്ട്, ഇതായിട്ടുള്ള ജീവികളുണ്ട്. അതുകൊണ്ട് നീ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ഇതിനുശേഷം ഈ ശ്രീരാമചന്ദ്രൻ വീണ്ടും സീതാദേവിയോട് പറയാണ്, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ് പറയുന്നത്, മൂലഫലങ്ങൾ കട്ടംളകഷായങ്ങൾ ബാലേ പൂജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാഭൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ ശീത വാതാതപപീഡയും പരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കുകയില്ലാർക്കും അറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചെങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം
ചെന്നാൽ അതിനുടനിൽ ഒരു സംശയം. ഇവിടെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആ വനയാത്രയിൽ നമ്മൾ നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും നമ്മൾ ചിന്തിക്കണം. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും, ഈ കാര്യം ചെയ്താൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും. ഒരു കാര്യം ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പോവാണ്, ആ കാര്യം സംസാരിക്കുമ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്. ചിലപ്പോൾ അത് ഗുണമാണോ ഉണ്ടാവുക, ദോഷമാണോ ഉണ്ടാവുക. ദോഷമാണെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്തിരിക്കുക. ഗുണമാണ് കൂടുതലെങ്കിൽ, ഗുണം കൂടുതലായിട്ടുണ്ട്, ദോഷം ചെറിയൊരു ദോഷമേ ഉള്ളെങ്കിൽ നമുക്കത് പിന്തുടരാം. ദോഷമാണ് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതിനാണ് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ് നോക്കൂ. ഇവിടെ പറയുന്നത് വെച്ചാൽ മൂലഫലങ്ങൾ കട്ടമ്ല കഷായങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കട്ടമ്ല കഷായങ്ങൾ എന്ന് വെച്ചാൽ എരിവും പുളിയും ചവർപ്പും ഉള്ളവ. കാരണം വനത്തിൽ നിന്നും കിട്ടുന്ന ഒരുപാട് പഴങ്ങളാണ് അവിടെ നിന്ന് ഭക്ഷിക്കാൻ കിട്ടുക. അപ്പോൾ ആ ഭക്ഷണങ്ങളൊക്കെ തന്നെ എന്താണ്, ചിലപ്പോൾ എരിവുള്ളതായിരിക്കും, ചിലപ്പോൾ കയപ്പുള്ളതായിരിക്കും, ചിലപ്പോൾ ചവർപ്പുള്ളതായിരിക്കും, മധുരമുള്ളതാവണമെന്നില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കാതെ വേറൊരു മാർഗ്ഗമില്ല സീതേ എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. അതോടൊപ്പം മറ്റൊന്നും കൂടി പറയുന്നു. എന്താണ്, അവിടെ നമ്മൾക്ക് കിട്ടുന്നത് നിർമ്മല വ്യഞ്ജന പൂപാനപാനാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾക്ക് ഒരിക്കലും നല്ല കറികൾ കിട്ടണമെന്നില്ല. അപ്പവും ചോറും തേനും പാലും ഇവയൊന്നും നമുക്ക് കിട്ടില്ല. ഇതൊക്കെ ഇവിടുന്ന് മൃഷ്ടാനം കഴിച്ചുകൂടെ സീതേ, എന്തിനായി വനത്തിലേക്ക് വന്നിട്ട് ഇതൊന്നും കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അത് ഒരു നേരം പോലും നമുക്ക് കിട്ടണമെന്നില്ല. കൂടാതെ പിന്നെ എന്താണ്, അവിടെ നമ്മൾ പോകുന്ന അവസരത്തിൽ ഉയർന്ന കയറ്റങ്ങളും അതുപോലെ വലിയ ഇറക്കങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ യാത്രയിൽ എപ്പോഴും സുഖം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചരൽ കല്ലുകൾ നിറഞ്ഞ, ഇവിടെ ചരൽ കല്ലുകൾ നിറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉത്തരേന്ത്യ, നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്ന സ്ഥലമാണ് കൂടുതലും ചരൽ പ്രദേശമുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ നല്ലതുപോലെ ചരൽ പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ചരൽ പ്രദേശം, ചരൽ കല്ലുകൾ കൊണ്ട് നിറഞ്ഞ ചീത്ത വഴികളാണ് കൂടുതലും ഉണ്ടാവുക. അങ്ങോട്ട് നല്ല മണലായിരിക്കും. കാരണം കല്ല് നമ്മുടെ കാലിൽ കുത്തിക്കയറാൻ പറ്റാത്ത തരത്തിലുള്ള മണലാണ് കൂടുതലും ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ ഉണ്ടാകുക. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഒരു വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു നല്ല വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ഒരു മനുഷ്യരെ പോലും അവിടെ കാണില്ല. ഇതുകൂടി പറയുന്നു. തീർന്നില്ല. പിന്നെ പറയുന്നറിയോ, ഈ വനയാത്ര ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല, 14 വർഷമാണ്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്തുണ്ടാവും, ശക്തമായ കാറ്റിൻ്റെ ഇത് നമുക്കുണ്ടാകും. നല്ലതുപോലെ വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും, നല്ലപോലെ തണുപ്പ് നമുക്ക് ഉണ്ടാവേണ്ടി വരും. അതുപോലെ പ്രകൃതിയിലെ പല ദുരന്തങ്ങൾക്കും നമ്മൾ സാക്ഷിയാകേണ്ടി വരും എന്നാണ് പറയുന്നത്. അതും കൂടാതെ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, അവിടെ പലതരത്തിലുള്ള ദുഷ്ടരാക്ഷസന്മാരുണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ സീതേ, നീ അമ്മയെ സഹായിച്ചും കൊണ്ട് 14 വർഷം ഇവിടെ നീ താമസിക്കുക. ഞാൻ വളരെ പെട്ടെന്ന് 14 വർഷം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിയും, എന്നാൽ ഞാൻ തിരിച്ചിവിടെ എത്താമെന്ന് പറയുന്നു. ഇതാണ് ശരിയായിട്ടുള്ളൊരു ഭർത്താവിൻ്റെ ഭർത്താവ് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് സീത പറയുന്നിടത്തേക്ക് നമുക്ക് നോക്കാം എന്താണ് സീത പറയുന്നത് എന്നുള്ളത്. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൾ, നാദാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ലാതെയാന്നിതേ പാദശുശ്രൂഷാവ്രതം മുടയ്ക്കായികമേ, നിന്നുടെ സന്നിധൗ സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പേടിച്ചു കൂടുമോ, വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനീകമൃതോപമം,
ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പസ്തരേണ തുല്യങ്ങൾ എനിക്കതു പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടിലോ. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതും സത്യം അതിന്നിയുമെന്നു ചൊല്ലിടുവാൻ രാമായണങ്ങൾ പലതും കബീവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാൺകലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥഭൂമോർക്കണം പ്രാണാവസാന കാലത്തു പിരിയുമോ എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടൊഴുന്നല്ലുകിൽ. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വനിന്നു തന്നെ നിന്തിരുപടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മനവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. ശ്രീരാമന്റെ വാക്യങ്ങൾ കേട്ട സീതാദേവി വളരെ ദുഃഖത്തോടു കൂടി പറയുന്ന വാക്കുകളെ ഒരു തരത്തിൽ പറഞ്ഞാൽ വാശി എന്ന് വേണം പറയാം, മറ്റൊരു തരത്തിൽ വളരെ ശ്രേഷ്ഠമായ തത്വവുമാണ്. വാശിയുണ്ട്, തത്വമുണ്ട്. വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞ് ശ്രീരാമചന്ദ്രനിൽ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ കുടുംബത്തിൽ സ്വതവേ പല ആൾക്കാരും കാണാറുണ്ട്. കാരണം ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം തർക്കിച്ചിട്ട് അല്ലെങ്കിൽ അതിന് ന്യായവാദങ്ങൾ നിരത്തിയിട്ട് കാര്യങ്ങൾ നേടുന്ന ഒരു കാലഘട്ടമാണ് അത്. അന്ന് സീതാദേവി അവിടെ കൃത്യമായിട്ട് ശ്രീരാമനോട് പറഞ്ഞു ഇതാവുന്നു. അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? അവസാനം സീത കാരണം അവിടെ ഈ സീതയുടെ വാശി കാരണമാണല്ലോ വനത്തിലേക്ക് പോകേണ്ടി വന്നത്. ആ വനത്തിലേക്ക് എത്തിയത് കൊണ്ടാണല്ലോ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത്. അതല്ല എങ്കിൽ സീതയെ കാരണബോധിയാക്കാതെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നീട് സീതക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖങ്ങൾ ഉണ്ടാവാൻ കാരണവും ഈ ഒറ്റൊരു വാശിയായിരുന്നു. ചെറിയൊരു കാര്യമാണ്, ആ കാര്യമാണ് പിന്നീട്. കാരണം എന്താ, അവിടെ ആ രാവണൻ തട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു വർഷം വസിച്ചു. അതിനുശേഷം രാവണനെ വധിച്ചു. അതിനുശേഷം അയോധ്യയിൽ വന്ന് രാജാവും രാജ്ഞിയായി വാഴുന്ന കാലഘട്ടത്തിൽ പിന്നീട് ഒരു അലക്കുകാരൻ്റെ വാക്ക്, ഈ അലക്കുകാരൻ്റെ വാക്ക് നിമിത്തം സീതാദേവി വീണ്ടും വനവാസത്തിന് പോകേണ്ടി വരുന്നു ഒറ്റയ്ക്ക്. അല്ലേ, വേർവിട്ട് പോയില്ല അവര്. ഇതെല്ലാം കാരണം എന്താ? ഇപ്പോൾ ഈ പറഞ്ഞൊരു വാക്കാണ്, ഈ പറയുന്നത് ഈ വാക്ക്. ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വാശി പിടിച്ചിട്ട് ഒരു കാര്യവും ചെയ്യരുത്. അത് നമുക്ക് നാളെ ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ ഭാവി നമ്മൾ വരാൻ പോകുന്ന ദോഷവും ചിന്തിക്കണം. നല്ലത് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ വരും പര്യായങ്ങളെക്കുറിച്ച് മാത്രമേ ഏതൊരു കാര്യം തീരുമാനം എടുക്കാവൂ. നല്ലതുപോലെ ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഉത്തമമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സീതാദേവി എന്താണ് പറയുന്നറിയോ? ഇവിടെ ശ്രീരാമവാക്കുകേട്ടൊരു വൈദേഹിയും ആരൂഢതാവേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവൃതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഞാൻ അങ്ങയുടെ ധർമ്മപത്നിയാണ്. ശരിയാണ്, നിരവധി ധർമ്മപത്നിമാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇന്നും നിരവധി ആൾക്കാർ ഭർത്താവിനോട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിനെ ശക്തിപ്പെടുത്തുന്ന നിരവധി ധർമ്മപത്നിമാരുണ്ട്. അപ്പോൾ സീത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങയുടെ ധർമ്മപത്നിയാണ്, അങ്ങ് എന്നെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല. അത് തെറ്റി.
സ്ത്രീകൾക്ക്, കാരണം സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് അവതാരം എടുത്ത് വരുമ്പോൾ ആ മനുഷ്യൻ്റെതായ ചേഷ്ടകൾ അവിടെ ഉണ്ടാവും. നമ്മൾ ഏതാണോ രൂപം എടുക്കുന്ന ആ രൂപത്തിൻ്റെതായ ചേഷ്ട കാണിക്കും. നമ്മൾ ഒരു ജന്മനാ തന്നെ കള്ളനായിട്ട് ആണ്, കള്ള സ്വഭാവം ഉണ്ടെന്നിരിക്കട്ടെ, ആ കള്ള സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അവൻ പോലീസുകാരനായാലും അവിടുന്ന് എന്തെങ്കിലും അടിച്ചെടുക്കും. അതായത് സ്വഭാവം അത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ സീതാദേവി പറയുന്നത് വെച്ചാൽ എനിക്ക് ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ എന്നൊരു വാശി അവിടെ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ സീതാദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ്. പക്ഷെ മനുഷ്യനായപ്പോൾ ആ വേഷം കെട്ടിയപ്പോൾ അതിൻ്റെതായ ചപലതകൾ, സ്ത്രീകൾക്കുണ്ടാകുന്നൊരു ചപലതയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്താ? ആവശ്യമില്ലാത്ത വാശി. അത് സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവർക്കും എന്നല്ല, ചില ആൾക്കാർക്ക് കൂടുതലായിട്ടുണ്ടാകും. അത് നമ്മൾ ഇല്ലാതാക്കണം. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. സീതാദേവി ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്, നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇവിടെ സീതാദേവിയെ പോലെ തന്നെ ഒട്ടുമുക്കാൽ ആൾക്കാരും ആവശ്യമില്ലാതെ വാശി പിടിച്ചിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു, എൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു, അവരൊക്കെ നല്ല ഇതിലല്ല വാങ്ങിച്ചു, പിന്നെ നമ്മൾക്കെന്താ വാങ്ങിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിപ്പിച്ച് കടം വാങ്ങിച്ച് ലോൺ എടുത്ത് ആ ഫ്രിഡ്ജ് വാങ്ങിച്ച് കൊണ്ടുവന്ന് 6 മാസമാകുമ്പോൾ ചിലപ്പോൾ അതിനൊന്നും കംപ്ലൈൻറ്റ് വന്നു. പിന്നെ അതിൻ്റെ പുറകെയായി ഓട്ടം, ഈ പൈസ അടക്കാൻ പറ്റാതെ വന്നു, അങ്ങനെ പ്രശ്നങ്ങളായി. അദ്ദേഹത്തിൻ്റെ വരുമാനം അദ്ദേഹത്തിനെ അറിയും, എങ്ങനെ ചിലവാക്കണം, ഏതൊക്കെ തരത്തിൽ. ഈ വരുമാനം ചിലവാക്കുന്നതിനെ കുറിച്ച് എന്ത് വേണം? ആദ്യം കുടുംബിനിയുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്യണതാ. ഒരു മാസം നമുക്ക് ഇത്ര കിട്ടുന്നതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര വരുന്നുണ്ട്, ഇത്ര കിട്ടുന്നതിൽ നമുക്ക് വാട്ടർ അതോറിറ്റി ബില്ല് ഇത്രയുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് വീടിന് വാടക കൊടുക്കേണ്ടത് ഇത്രയാണ്, അല്ലെങ്കിൽ വീട് വാടക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത്ര വെക്കണം, ഗ്യാസിന് വേണ്ടിയിട്ട് ഇത്ര വെക്കണം, പലചരക്ക് വാങ്ങാൻ വേണ്ടി ഇത്ര വെക്കണം, അരി വാങ്ങാൻ ഇത്ര വെക്കണം, വെളിച്ചെണ്ണ വാങ്ങാൻ ഇത്ര വെക്കണം. ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ഇനിയോ ചിലപ്പോൾ ലോൺ ഉണ്ടാവാം, കുറി ഉണ്ടാവാം, ചിട്ടി ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും അതും മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഓഫീസ് പോകണം, വരണം, ഇതിനൊക്കെ വാഹനത്തിന് പോകണം, അതിൻ്റെ പൈസ മാറ്റി വെക്കുന്നു. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ചിലവ് വരുന്നതിന് അതിന് മാറ്റി വെക്കുന്നു. ഇതൊന്നും കൂടാതെ ഏതെങ്കിലും കാരണവശാൽ ആശുപത്രി ചിലവ് വന്നാൽ എന്ത് ചെയ്യും? അതിന് വേണ്ടി ഒരു തുക മാറ്റി വെക്കുക. ഇങ്ങനെ മൊത്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര മിച്ചമുണ്ട്? ഇതേ ഉള്ളൂ നമ്മൾക്ക്, ഇത് വെച്ച് വേണം നമുക്ക് ഈ ഒരു മാസം മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്നുള്ളൊരു ചിന്ത 2 പേർക്കും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അവർ കടം വാങ്ങാൻ നിൽക്കുമോ? അവർ ലോൺ എടുക്കാൻ നിൽക്കുമോ? കാരണം ഇത് അടക്കാൻ പറ്റുക, കാരണം നമ്മുടെ മിച്ചം വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചുരുക്കാൻ പറ്റുമെന്നതിൽ അങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് അതിൽ മിച്ചം വെച്ച് വേണം നമ്മൾ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ വാങ്ങി വെക്കാൻ. അതാണ് നമ്മുടെ ജീവിതം ഉയർച്ചയിൽ കൊണ്ടുവരിക. അതിനാണ് 2 പേരും കൂടി ചർച്ച ചെയ്യണം നടന്നത്. ഭർത്താവ് മാത്രം ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഭാര്യ പറയും, എന്താ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്കത് വാങ്ങിച്ചു തരാത്തേ, ഇത് വാങ്ങിച്ചു തരാത്തേ. ഭാര്യ കരുതും ശമ്പളം കിട്ടിയതല്ലേ, ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നിരിക്കും, ഭാര്യയെ കുറ്റം പറയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം എപ്പോഴും കുടുംബത്തിൽ. അതാണ് ശ്രേഷ്ഠത. അപ്പോൾ ഇവിടെ സീതാദേവി പറയുന്നത്, എനിക്ക് ആരും ഒരു സഹായമില്ല എന്നാണ് പറയുന്നത്. ഏതുമേ ദോഷവുമില്ലാതെയാനിതേ പാദശുശ്രൂഷാവ്രതം ഉടൈക്കായമേ, നിന്നുടെ സന്നിധൗ സന്തതം വാണിയിടും, എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? പറയാണ്, ഞാൻ നിത്യവും അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അത് മുടക്കാനിടവരരുതേ എന്ന്. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാദ ശുശ്രൂഷ ചെയ്യുന്നത്, പാദം എപ്പോഴും വരുമ്പോൾ ആ പാദം കഴുകി തുടക്കുന്നത് സീതാദേവിയാണ് എപ്പോഴും ഭർത്താവിൻ്റെ. അന്നത്തെ കാലത്ത്, ഇന്നത്തല്ലേ, ഇന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, അത് ചിലപ്പോൾ അധികമായി പോകും. അപ്പോൾ അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്യുന്നത് ഒരിക്കലും മുടങ്ങാൻ ഇടവരല്ലേ എന്നാണ് പറയുന്നത്, ഒരു പ്രാർത്ഥന പോലെ. എന്നിട്ട് പറയുന്നത് എന്താ? നിന്നോട് കൂടെ വാഴുന്ന ആർക്കെങ്കിലും, ഞാൻ നിന്നെ ഒന്നിച്ചാണ് കഴിയുന്നതെങ്കിൽ, ഒന്നിച്ചാണ് ഞാൻ വരുന്നതെങ്കിൽ എന്നെ ഒരു ശക്തിക്കും പീഡിപ്പിക്കാൻ പറ്റില്ല. ഒരു ധൈര്യം, ആത്മധൈര്യം, അത് നല്ലതാണ്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ശ്രീരാമനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ്. ഇവിടെ ചില ഭാര്യമാർ കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരോട് ചെയ്യുന്നൊരു കാര്യമാണിത്. ഇനി അതേപോലെ തന്നെ ചില ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്നും പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സുഖിപ്പിക്കാറുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുകഴ്ത്താറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സീതാദേവി ചെയ്തത്. ഇതൊക്കെയാണ്, ഇത് ആണുങ്ങളും ചെയ്യും പെണ്ണുങ്ങളും ചെയ്യാറുണ്ട്. കാര്യം നേടിയെടുക്കാൻ വേണ്ടി പൊതുവേ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ ഇതാ ഇവിടെ പറയുന്നു. എന്താണ് പറയുന്നത്? നിന്റെ സാന്നിധ്യത്തിൽ എന്നെ ഒരാൾക്കും പീഡിപ്പിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നതോ, വല്ലതും മൂലഫല ജലാഹാരങ്ങൾ
വല്ലഭോ ഉച്ഛിഷ്ടം, എനിക്ക് അമൃതോപമം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങ് എന്താണോ കഴിക്കുന്നത്, ആ കഴിക്കുന്നതിൽ നിന്ന് ശേഷിക്കുന്നത് എന്താണോ അത് എനിക്ക് അമൃതിന് തുല്യമാണ് എന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ആ ശ്രീരാമനെ സുഖിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ പുരുഷന്മാർ സ്ത്രീകളോടും സ്ത്രീകൾ പുരുഷന്മാരോടും ഈ കാര്യം ഇന്നും പറയാറുണ്ട്. ആ അവസരത്തിൽ കാര്യം നേടിയെടുക്കാൻ വേണ്ടി പിന്നത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, അത് സർവ്വസാധാരണമാണ്. പിന്നീട് പറയുന്നത്, ഭർത്താവിനോടൊപ്പോൾ നടക്കുന്ന അവസരത്തിൽ ചരൽക്കല്ലുകളും മറ്റതൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ആ കല്ലും മുള്ളും എനിക്ക് പുഷ്പസമാനമാണ് എന്നും കൂടി പറയുന്നു. എത്ര കൂർത്ത മൂർത്തുള്ള കല്ലുകളായാലും എനിക്ക് പുഷ്പസമാനമാണ്. ആദ്യം പറഞ്ഞതാ, അങ്ങ് കഴിക്കുന്ന ഭക്ഷണം കയപ്പുള്ളതാണ്, ചവർപ്പുള്ളതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, എരിവുള്ളതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങ് അത് കഴിക്കുന്നുണ്ടെങ്കിൽ, കാരണം ശ്രീരാമൻ എന്തായാലും ഭക്ഷണം കഴിക്കും, അപ്പോൾ അതിന് ഒരു ഓഹരി എനിക്ക് കിട്ടുന്നറിയാം. അപ്പോൾ ആ കഴിക്കുന്ന സാധനം എന്താണ്? എനിക്ക് അമൃതിന് തുല്യമാണ്. അങ്ങ് നടക്കുന്ന വഴികളിലൂടെ ഞാൻ നടന്നു പോകും സ്ഥലത്ത് അവിടെ കല്ലുണ്ടായാലും മുള്ളുണ്ടായാലും അങ്ങ് ചവിട്ടുന്ന ആ സ്ഥലം മുഴുവൻ തന്നെ എനിക്ക് പുഷ്പസമാനമാണ് എന്ന് കൂടി പറയുകയാണ്. ഇതിലപ്പുറം എങ്ങനെയാണ് ഒരു ഭർത്താവിനെ പൂർത്തേണ്ടത് ഒരു ഭാര്യയ്ക്ക്? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടല്ലേ നമ്മൾ പല അബദ്ധത്തിലും പോയി വീഴുന്നത്. ശരിയല്ലേ? യഥാർത്ഥത്തിൽ വളരെ കറക്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ആ തരത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ അങ്ങ് നിൽക്കുന്നത് വാടക വീട്ടിലായാലും എനിക്കത് സന്തോഷമാണ്. ഇതെന്തിനാ വാടക വീട്ടിലേക്ക് പോകുന്നറിയോ? അമ്മായി അമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വാടക വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ പറയും, എനിക്ക് ആ സാമ്പത്തികം താങ്ങില്ല, മാത്രമല്ല കൊതുകും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വീട് കിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, അങ്ങ് താമസിക്കുന്ന വീട് എനിക്ക് കൊട്ടാര സമമാണ്. അങ്ങ് താമസിക്കുന്ന വീട്. കാരണം എന്താ? എത്രയെങ്കിലും ഈ തള്ളയുടെ അടുത്ത് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഇന്ന് പല സ്ത്രീകളും പെൺകുട്ടികളും ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇതൊക്കെ അന്ന് സീതാദേവി പറഞ്ഞ വാക്കുകളാണ് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുക. ഏതായാലും നല്ല സ്നേഹവും ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങ് നടന്നു പോകുമ്പോഴുള്ള വഴികളിലുള്ള എല്ലാ കല്ലും മുള്ളും എനിക്ക് പുഷ്പസമാനമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാമദേവന് തുല്യമായ അങ്ങ് എന്നെ കൈവിടല്ലേ എന്നാണ് പറയുന്നത്. കാമദേവന് തുല്യമായിട്ടുള്ള അത്രയും കണ്ട് പുകഴ്ത്തുകയാണ് ഭർത്താവിനെ. ഇത് എപ്പോഴും ഇത്തരത്തിൽ ഒരാൾ നമ്മളെ പുകഴ്ത്തുന്നിരിക്കട്ടെ, ഇവിടെ മാത്രമല്ല കേട്ടോ, കുടുംബത്തിൽ മാത്രമല്ല, വെളിയിൽ നിന്നുള്ള ഒരാൾ നമ്മളെ അനാവശ്യമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു അപകടം ശ്രദ്ധിച്ചു. നമ്മുടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളാണ്, നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ആളാണ്, നമ്മളെ ആവശ്യത്തിനും അനാവശ്യത്തിനും പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളും നാളെ നമ്മുടെ ശത്രുവാകും. നമ്മളെ പല വസ്തുക്കളും അവരടിച്ചെടുക്കും. വേണ്ടി വന്നാൽ ഭാര്യയെപ്പോലും അവരടിച്ചെടുക്കും. ഉറപ്പാണ്. പുരുഷന്മാർ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, അവരോട് ഇതേപോലെ പുകഴ്ത്തിയിട്ടും പലതും പറയുന്നുണ്ടെങ്കിലും ഉറപ്പം നിങ്ങളെ ഇവിടെ നിന്ന് പലതും കൊണ്ട് അടിച്ചെടുക്കുക മാത്രമല്ല, നിങ്ങളെപ്പറ്റി അതീന 10 ഇരട്ടി കുറ്റങ്ങളും കുറവുകളും മറ്റു സ്ഥലത്തും അവർ പറയാനിട വരും. അതുകൊണ്ട് ഒരാൾ നിങ്ങളെ മുഖശ്രീ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങളത് മയങ്ങിപ്പോകരുത്. ആ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല. ഇത് വലിയൊരു പാഠമാണ് ഈ രാമായണത്തിലുള്ള സീതാദേവി ശ്രീരാമനോട് പറയുന്നത്. കാരണം പിന്നെന്താ അവർക്ക് സംഭവിച്ചത് നമുക്കറിയാം. ഈ ഒരൊറ്റ കാരണമാണ് ആ വനത്തിലേക്ക് പോകുന്നതും പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതും രാവണൻ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പോലും അവരുടെ ജീവിത കാലഘട്ടം മുഴുവൻ തന്നെ ദുരിതപൂർണമായത് ഈ ഒരൊറ്റ വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നോക്കാം പിന്നെ എന്താ പറയുന്നത്. എന്നെക്കൊണ്ട് ഒരു പീഡയും അങ്ങേക്കുണ്ടാകില്ല, മാത്രവുമല്ല എനിക്ക് ഒന്നിനെയും ഭയവുമില്ല. കാരണം എന്താ? ഒന്നാന്തര യോദ്ധാവാണ് എൻ്റെ പേരുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനോടൊരു ഭയവുമില്ല. മാത്രവുമല്ല എന്നെ ഒരാൾക്കും ഒരു തരത്തിലുള്ള പീഡയും എനിക്കുണ്ടാവുകയും ചെയ്യില്ല. പീഡ എന്ന് പറഞ്ഞാൽ വേദന, കാലുവേദനയ്ക്കുന്ന കൈവേദന എടുക്കുന്ന ഇങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല. കാരണം എന്താ? ഞാൻ അങ്ങയോടൊപ്പമാണല്ലോ ഉള്ളത്. അങ്ങയോടൊപ്പം ഉണ്ടാവുമ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊരു ഉറപ്പ്. എന്നിട്ട് പറയാമെന്നറിയോ, പണ്ട് ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു, ജനകപുരിയിലേക്ക്. അന്ന് എന്നെ കണ്ട സമയത്ത് പറഞ്ഞെന്താ അറിയോ? ഒരു നാൾ ഭർത്താവിനോടൊപ്പം വനത്തിൽ താമസിക്കാൻ യോഗമുണ്ട് എന്ന് കൈ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവർ ജ്യോതിശാസ്ത്രജ്ഞൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വനത്തിൽ താമസിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത് കാര്യം നേടിയെടുക്കാൻ?
ഇതിനേക്കാൾ ഉപരിയാണ് ഇന്നത്തെ ആൾക്കാർ പറയുന്നത്. പണ്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ആ യോഗമുണ്ട്, അത് നമ്മൾ വേറിട്ട് നിൽക്കരുത്. തീർന്നില്ല, പിന്നെയും പറയുന്നത് അറിയോ? പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരവധി കവികൾ എന്ന് വെച്ചാൽ ഈ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാ. രാമായണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നിരവധി രാമായണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ രാമകഥ പണ്ടേ ഉണ്ട്. അപ്പോൾ ആ രാമകഥ പലരും പാടി നടന്നിട്ടുണ്ട്. പിന്നീട് വാൽമീകി ലവകുശന്മാരെ പഠിപ്പിച്ചു, അവരും പാടി നടന്നു. പക്ഷെ അതിനു മുമ്പേ ഈ രാമായണം എഴുതിയിട്ടുണ്ട്. വാൽമീകി എഴുതിയതും അതിനു മുമ്പ് തന്നെയായിരുന്നു. അങ്ങനെ ആ രാമായണമാണ് പിന്നീട് പല രാമായണമായിട്ട്, കാരണം ബ്രഹ്മാവാണ് ആദ്യത്തെ രാമായണം എഴുതിയെന്നാണ് പറയുന്നത്. ആ രാമായണ കഥ പിന്നീട് വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തതാണ് നാരദര്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ നാരദരെ പോലെയുള്ള ശ്രേഷ്ഠന്മാരായ കവികള് ഈ രാമായണം ഇങ്ങനെ പലതവണ പാടി പാടി നടക്കുന്നതെന്ന് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പറയുന്നത് അറിയോ? രാമൻ വനത്തിന് പോകുന്നുണ്ട്, കൂട്ടത്തിൽ സീതയുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാനകിയെ പിരിഞ്ഞിട്ട് രാമൻ വനത്തിൽ പോയിട്ടേ ഇല്ല ഈ കഥയിൽ അല്ലെങ്കിൽ ഈ പാട്ടിൽ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? 100% നമ്മൾക്ക് ഒന്നിച്ച് പോകാം എന്നുകൂടി പറയുകയാണ്. ഒരു പഴുതുപോലും ഇല്ലാത്ത വിധത്തിൽ അവിടെ അടച്ചും കൊണ്ടാണ് സീതാദേവിയുടെ സംസാരം. എന്തെങ്കിലും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കണ്ട, എല്ലാ പഴുതും അടച്ചു അവിടെ. അപ്പോൾ ഈ പറയുന്ന രാമായണം പലതുണ്ടായാലും അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കൂടുതൽ പറയാണ്, പ്രകൃതിയെ വേറിട്ട് പുരുഷന് നിൽക്കാൻ പറ്റുമോ എന്ന്. അത് എല്ലാ സത്യം തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. പ്രകൃതിയെ വേറിട്ട് പുരുഷനില്ല. പുരുഷനും പ്രകൃതിയും ഒന്നായിട്ട് നിൽക്കണം. ശിവനും ശക്തിയും ഒന്നായിട്ട് നിൽക്കണം. അത് വേറിട്ട് നിൽക്കാൻ പറ്റില്ല, അതൊന്നാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല എന്നാണ് അർത്ഥം. ഒരു പുരുഷൻ ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കാനും പാടില്ല. അവർ ഒന്നിച്ച് നിൽക്കുന്നില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആയാൽ അത് ഒരു പുരുഷൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, ഒരു പുരുഷനായാലും സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും, ഇല്ലെങ്കിൽ അവർ കുലത്തിന് പോലും നാശം വരുത്തുമെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പ്രകൃതിയെ വേറിട്ട് പുരുഷന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഒന്നും കൂടി പറയുന്നു, വിവാഹ സമയത്ത് ചൊല്ലുന്ന മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? പ്രാണാവസാന കാലം വരെ വേർപിരിയാതെ ഒന്നിച്ചു ജീവിക്കും എന്നാണ് ശപഥം ചെയ്യുക. ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴതൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ കല്യാണമൊക്കെ മാറി. ശരിക്കൊരു വിവാഹ സമയത്ത് അതിൻ്റെ ഒരു പ്രതിജ്ഞയുണ്ട്. അത് വധൂവരന്മാർ ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രതിജ്ഞയാണ്. ഈ വിവാഹ മണ്ഡപത്തിൽ നിന്നും നമ്മൾ ഈ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. ഈ ജീവിതയാത്ര ഇനി പ്രാണാവസാനം വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടാകും എന്ന് പറയുന്നൊരു പ്രതിജ്ഞയുണ്ട്. ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ നമ്മൾ പിരിയാതെ മുന്നോട്ട് പോകും. ആ പ്രതിജ്ഞയുടെ ലംഘനമല്ലേ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ സംഭവിക്കുക? വാക്ചാതുരി, സ്ത്രീകളോട് സംസാരിച്ച് നിൽക്കാൻ പുരുഷന്മാർക്കാവൂല. അത്ര മിടുക്കാണ്. ഏത് കാര്യം നേടിയെടുക്കാനും ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ചെയ്യാൻ വേറൊരാൾക്ക് കഴിയില്ല. ഏത് മേഖലയിലാണ് സ്ത്രീകൾ പുറകോട്ടുള്ളത്? എല്ലാ മേഖലയിൽ പോയാലും അവിടെയൊക്കെ വെന്നിക്കൊടി പാറിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. രാഷ്ട്രീയത്തിൽ അവരെ കവച്ചവർക്ക് ഒരാൾക്ക് കഴിയില്ല. നോക്കൂ, ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ അത് സ്ത്രീകളുണ്ടെങ്കിൽ അവർ അത്ര ഉന്നതിയിലേക്ക് എത്തിയിരിക്കും. അടുക്കളയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, കുടുംബത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇനി ജോലി മേഖല ഏത്, ഇപ്പം തെങ്ങുമേൽ കയറാൻ പോലും സ്ത്രീകളാണ് ഉള്ളത്. വിഷയം വെച്ചിട്ട് അവർ കയറുന്നു. വിമാനം പറത്താൻ അവരാണ്, സൈന്യത്തിലും പോലീസിലും ഒക്കെ അവരാണ്. ആത്മാർത്ഥതയുണ്ട്. മാത്രമല്ല ഏത് കാര്യത്തിനോടും അത് ഏറ്റ ജോലി ഭംഗിയായി ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രനെ സംസാരിച്ച് തൻ്റെ വരിതിലാക്കാൻ വേണ്ടി നോക്കുവാണ്. ശ്രീരാമചന്ദ്രൻ എന്നെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഭീഷണിയാണ്. എന്താണ്? അങ്ങയെ സത്യമിട്ട് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പ്രാണനെ കളയും. ഇത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു. ഈ കാര്യങ്ങളൊന്നും അങ്ങയുടെ ചെവിയിൽ കൊണ്ടില്ല എങ്കിൽ, അങ്ങ് അനുസരിക്കാൻ ഭാവമില്ല എങ്കിൽ പിന്നെ സ്വഭാവം മാറും. എന്നറിയാം, ഞാൻ അങ്ങയുടെ മുന്നിൽ അങ്ങാണ് സത്യം, ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. നോക്കണം, ഇതാണ് ഭീഷണി.
ഇവിടെ 3 ആളുടെ ഭീഷണി വന്നു. 3 അല്ല, ശരിക്കും പറഞ്ഞാൽ 4 ആളുടെ ഭീഷണി വന്നു. ഈ 4 ആളുടെ ഭീഷണിയിൽ 3 പേരും സ്ത്രീകളാണ്. ആദ്യം കൈകേയി ദശരഥൻ്റെ അടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് ഭീഷണി മുഴക്കി മരണം. രണ്ടാമത് ഭീഷണി മുഴക്കിയത് കൗസല്യാദേവി ശ്രീരാമനോട്. പക്ഷെ അമ്മയ്ക്ക് മോനോട് വാശി പിടിക്കാൻ പറ്റില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ ഒരിക്കലും മക്കളോട് വാശി പിടിച്ചിട്ട് കാര്യം നേടിയെടുക്കാൻ തയ്യാറാവില്ല. അവർ കരയുക മാത്രമാണ് ചെയ്യുക. സങ്കടം വന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരയും. അതുകൊണ്ട് തന്നെ ആ സത്യത്തിനാണ് വില പോയില്ല. നോക്കണം. പിന്നെ ലക്ഷ്മണൻ പ്രാണത്യാഗം ചെയ്യുമെന്ന് പറ്റാ അവിടെ സത്യം ചെയ്തു. അത് വിജയിച്ചു. പക്ഷെ ലക്ഷ്മണൻ ഒന്നിച്ച് കൂട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതവിടെ വീണ്ടും സീതാദേവിയുടെ ആത്മഹത്യാ ഭീഷണി. 4 പേരാണ് ഈ ഒരു കാണ്ഡത്തിൽ തന്നെ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇതെല്ലാം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. ഇവിടെ സീതാദേവി അവസാനത്തെ 19ാമത്തെ അടവാണ് എടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ അടവ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വരാൻ പോകുന്നത് വലിയ ഒരു ദുരന്തമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ രീതിയിലായിരിക്കില്ല രാമായണം ഉണ്ടാവുക. അതിന് മറ്റൊരു തരത്തിലേക്ക് രാമായണം കൊണ്ടുവരേണ്ടതായി വരും. ഏതായാലും ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വേനിന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ അന്തസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്ക നീ ജാനകീഹാരാതിഭൂഷണമൊക്കവേ. ഇത്തം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടും പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകൻ. അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമതിയില്ലാതോളമധരാം. സദൃത്തരായി കുലശീല ഗുണങ്ങളായി ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കും സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കു കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്ന അശ്രുജലങ്ങളും ജാനകീ ദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, കാരണം സീതാദേവിയുടെ വാശിക്ക് മുന്നിൽ ശ്രീരാമചന്ദ്രൻ താഴ്ന്നു കൊടുത്തു. സ്നേഹനിധിയായിട്ടുള്ള ഭാര്യയുടെ മുന്നിൽ പല ഭർത്താക്കന്മാരും തലകുനിക്കും. അതുപോലെ തന്നെയാണ് സ്നേഹനിധിയായ ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യയും തലകുനിക്കുന്നു. ഒരു ബുദ്ധിമുട്ട് വന്നു, അവളുടെ ഇപ്പോൾ പൈസക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ മാല വേണം, താലി വേണം, അല്ലെങ്കിൽ കമ്മൽ വേണം, വള വേണം. എന്തൊക്കെയാ മോഹന വാഗ്ദാനങ്ങൾ പറയാമെന്നറിയോ ഓരോരോ ആൾക്കാർ. നിന്നെ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, നീ ഉത്തമ കുലയാണ്, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഗുണങ്ങൾ വന്നത്, നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പാഴായി പോകുമായിരുന്നു തുടങ്ങി ഇങ്ങനെയുള്ള വീരവാദങ്ങളൊക്കെ പറഞ്ഞ് ആ വളയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം ഊരിയെടുത്ത് അത് പണയം വെച്ച് ജീവിതത്തെ തിരിച്ചു കൊടുക്കണമെന്നില്ല.
തിരിച്ചു കൊടുക്കുമെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കൊടുക്കും, പെട്ടെന്ന് വാങ്ങിക്കും. ഒരു തവണ വെച്ചത് ഇതുവരെ എടുത്തിട്ടില്ല, അത് ലേലത്തിൽ പോയി എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ നല്ല നല്ല വാക്കുകൾ കൊണ്ട് പലരും വരും. ഇത് കുടുംബത്തിൽ സർവ്വസാധാരണമായ കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മോഹനമായ വാഗ്ദാനങ്ങളും വാക്കുകളും കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു അപകടം എപ്പോഴും ഉണ്ടാകും. ആ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളെല്ലാം ഏത് കാര്യമായാലും വിസ്തരിച്ച് ചർച്ച ചെയ്യണം. സ്ത്രീയായാലും പുരുഷനായാലും അതിലെന്തെങ്കിലും ഒരു ദുർനിമിത്തങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ അപകടകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു. ഇവിടെ സീതാദേവിയുടെ വാക്കുകൾക്ക് മുന്നിൽ ശ്രീരാമചന്ദ്രൻ എന്തായി, അത് ഓക്കെ പറയുന്നു, നീ വന്നോളൂ എന്ന് പറയുന്നു. ഇനി അവിടുന്ന് പോകുന്ന അവസരത്തിൽ ചെയ്യേണ്ട ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ഇത്. അപ്പോൾ ഇവിടെ ഈ സീതാദേവിയോട് പറഞ്ഞതിന് ശേഷം ലക്ഷ്മണനെ വിളിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഇവിടെയുള്ള നമ്മൾ ഏതായാലും യാത്ര പോവുകയാണല്ലോ, അപ്പോൾ യാത്ര മംഗളകരമാകണം. മംഗളകരമാകണം എന്നുണ്ടെങ്കിൽ ഇത് വേണം, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം യാത്ര പോകാൻ. നമ്മളിപ്പോൾ ശബരിമലയിലേക്ക് ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ ചെയ്യണം, ദാനം നൽകണം, നല്ലതാണ്. കാശിയിലേക്ക് യാത്ര പോകുന്നുണ്ടോ, നിങ്ങളൊരു ദാനം നൽകണം. അതുപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും പുണ്യപ്രവർത്തിക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദാനം ചെയ്തിട്ട് വേണം ഏത് കാര്യം ചെയ്യാൻ. ഒരു നല്ല സംരംഭം തുടങ്ങുന്നുണ്ടോ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ദാനം ചെയ്യണം. ദാനമാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിലും ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വിവാഹത്തിനോടനുബന്ധിച്ച് നമ്മൾ അന്നദാനം കൊടുക്കുന്നു. ഇന്ന് അന്നദാനം കൊടുക്കുന്ന വെച്ചാൽ പല ജില്ലകളിലും പല തരത്തിലാണ്. പലരും ഈ വിവാഹത്തിനോട് ആ അന്നദാനം കൊടുക്കുന്ന, ആ വിവാഹത്തിന് ക്ഷണിക്കുന്ന ആൾക്കാർക്ക് നിരവധി സമ്മാനം വാങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ആ വിവാഹത്തിന് സമ്മാനമായിട്ട് നമ്മൾ അന്നദാനം കൊടുക്കണം അവർക്ക്. പകരം ഇങ്ങോട്ട് സമ്മാനം വാങ്ങിക്കാം, പക്ഷെ അത് സമ്മാനം മോഹിച്ചിട്ടായി ആവരുത് ഈ ദാനം നൽകേണ്ടത് എന്നർത്ഥം. അതുപോലെ തന്നെ ഏത് പുണ്യകർമ്മത്തിനും നമ്മൾ ദാനം നൽകുന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ഗുണം ചെയ്യും. ഇവിടെ യാത്ര പോകുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്, ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ വിളിക്കൂ. അതിനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്, പൂണൂലിട്ടവൻ എന്നല്ല. ശ്രീരാമൻ്റെ കാലത്ത് ശ്രീരാമനും പൂണൂലുണ്ട്, ക്ഷത്രിയനാണ്. വൈശ്യന്മാർക്കും ശൂദ്രന്മാർക്കും എല്ലാവർക്കും പൂണൂലുള്ളതാണ്. അതുകൊണ്ട് പൂണൂലിട്ടവനെ അല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്, ജ്ഞാനിയെയാണ്, അറിവുള്ളവനെയാണ്, ശ്രേഷ്ഠനെയാണ്. അപ്പം അങ്ങനെയുള്ള ആ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തൂ, എന്നിട്ട് അവർക്ക് ആവശ്യാനുസരണം ദാനം നൽകൂ എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളും എല്ലാം തന്നെ അവർക്ക് കൊടുക്കണം. വരുന്ന ആൾക്കാരുടെ എന്താണോ അവർക്ക് കുറവുള്ളത് ആ കുറവുള്ളതിനനുസരിച്ച് നമ്മൾ ദാനം നൽകണം എന്ന് പറയുന്നു. അങ്ങനെ ആ ബ്രാഹ്മണന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും പശുക്കളും അളവറ്റ ധനവും ഇതെല്ലാം അവർക്ക് കൊടുത്തു. എന്നിട്ടോ മാതാവിൻ്റെ സേവകന്മാർക്ക്, തൻ്റെ അന്തഃപുരത്തിലുള്ളവർക്ക്, കൗസല്യ മാതാവിൻ്റെ അടുത്താണല്ലോ ഉണ്ട്, അവരെ എപ്പോഴും അടുക്കുന്നില്ല. അപ്പോൾ ആ കൗസല്യ മാതാവിൻ്റെ അന്തഃപുരത്തിലുള്ളവർക്ക്, കാരണം നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ഈ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം, വേണ്ടേ? അത് ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും അമ്മയ്ക്ക് ആ ദുഃഖം അറിയാനിടവരരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദ്യം കൗസല്യ മാതാവിൻ്റെ ആ പരിചാരകന്മാർക്കൊക്കെ വേണ്ടുന്ന സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അമ്മേനെ പ്രത്യേകം നോക്കിക്കൊള്ളണേ എന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ശ്രീരാമൻ്റെ അന്തഃപുരത്തിലുള്ള, കാരണം ഇത്രയും കാലം ഒന്നിച്ച് നിന്നല്ലേ, അവർക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. മറ്റ് സേവകന്മാരുണ്ട്, അവർക്കും കൊടുത്തു സമ്മാനങ്ങൾ നിരവധി. എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന താപസന്മാരായ ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. അവിടെ വന്നിട്ടുള്ള സജ്ജനങ്ങളായ പലർക്കും സമ്മാനങ്ങൾ കൊടുത്തു. ഇതൊക്കെ കൂടാതെ ഈ അവസരത്തിൽ ശ്രീ ജാനകി ദേവി ചെയ്യുന്നതെന്ന് വെച്ചാൽ, അരുന്ധതി ദേവിക്ക് ഗുരുപത്നിയാണല്ലോ, നിറയെ സമ്മാനങ്ങൾ അരുന്ധതി ദേവിക്ക് കൊടുത്തു. കാരണം വെച്ചാൽ ഗുരുവിൻ്റെ അതേ സ്ഥാനമാണ് ഗുരുപത്നിക്ക്. അപ്പോൾ ഗുരുപത്നിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തുല്യവുമാണ്, അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഇങ്ങനെ നിരവധി സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്ര പോകാൻ തയ്യാറെടുപ്പ് നടക്കുകയാണ് അവർ. അവിടെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മളും ഇതുപോലെ യാത്ര പോകുന്ന അവസരത്തിൽ ദാനം നൽകണമെന്ന് പറയുന്നു. പക്ഷേ ദാനം നൽകുമ്പോൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ദാനങ്ങൾ കൊടുക്കാവൂ, ഇല്ലേ കൊടുക്കരുത്, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. അർഹതയുള്ളവർക്ക് അർഹതക്കനുസരിച്ച് കൊടുക്കണം. നിറയെ സാധനമുള്ളവർക്ക് അത് കൊടുക്കരുത്.
പശു കുറേ ഉണ്ടെങ്കിൽ അവർക്ക് പശുവല്ല വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് അത് കൊടുക്കുക. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ വിശക്കുന്നവനാണെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അവർക്ക് പണം കൊടുക്കരുത്. ആ പണം അവർ മദ്യത്തിന് ഉപയോഗിക്കും. രോഗം കൊണ്ട് വലയുന്നവനാണെങ്കിൽ നമ്മൾ അവർക്ക് മരുന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാത്രം അറിഞ്ഞ് വേണം നമ്മൾ ദാനം നൽകാൻ എന്നർത്ഥം. ഇതിന് ശേഷം ഈ ലക്ഷ്മണൻ അമ്മയോട് യാത്ര പറയാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ കൗസല്യയോട് യാത്ര പറഞ്ഞു, സീതയോട് പറയാൻ പോകുന്നത് സീത വരാൻ വേണ്ടി തയ്യാറായി. പിന്നീട് ലക്ഷ്മണൻ അമ്മയെ സമീപിക്കുന്നു. അമ്മയും കൗസല്യയും ഒന്നിച്ച് ഒരു അന്തഃപുരത്തിലാണുള്ളത്, കൗസല്യ ദേവിയുടെ അന്തഃപുരത്തിലാണുള്ളത്. അവിടെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. ആദ്യം ശ്രീരാമൻ പോകുന്ന കാര്യം മാത്രമേ അവിടെ അറിയൂ, പിന്നെ പുറത്തിറങ്ങിയ ശേഷമാണല്ലോ ഈ ലക്ഷ്മണൻ പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ അരികിലേക്ക് പോകുന്നു, അമ്മയെ വന്ദിച്ചു. നമ്മൾ എത്ര ആൾക്കാർ അമ്മയെ വന്ദിക്കുന്നുണ്ട് നോക്കൂ, നിന്ദിക്കാറുണ്ട്. ഇപ്പോൾ അമ്മയെ കാണുന്ന ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ അമ്മയുടെ പാദം തൊട്ട് നമസ്കരിക്കണം, അത് നിർബന്ധമാണ്, അതാണ് വേണ്ടത് ആദ്യം കാണുന്ന അവസരത്തിൽ. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിലും അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ അവസരത്തിൽ ആ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി ഈ ലക്ഷ്മണകുമാരൻ അന്തഃപുരത്തിൽ വരുന്നിടത്ത് വെച്ച് നമുക്ക് നിർത്താം. ഇതിലടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അതുപോലെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗവും നമുക്ക് മറ്റൊരു ദിവസം കൊണ്ടുവരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.